ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫോൺസിലും നമുക്ക് ഡാർക്ക് മോഡ് അവൈലബിൾ ആണ്. അപ്പോൾ എന്നാലും നമ്മൾ ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്താലും ചില ഫോൺസിൽ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഡാർക്ക് മോഡ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിൽ നമ്മുടെ സാധാരണയായിട്ടുള്ള യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ iOS ഫോൺസൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഡാർക്ക് മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒട്ടുമിക്ക എല്ലാ ആപ്സിലും ഡാർക്ക് മോഡ് ഇനേബിൾ ആവുന്നതാണ്. പക്ഷേ ആൻഡ്രോയിഡിൽ ചില ആപ്ലിക്കേഷൻസിൽ നമുക്കത് കിട്ടാറില്ല. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഡാർക്ക് മോഡിലാണെങ്കിലും ചില ആപ്ലിക്കേഷൻസിൽ നമുക്കത് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ പ്രത്യേകിച്ച് ചില ആപ്ലിക്കേഷൻസിൽ, അതായത് ഫേസ്ബുക്ക് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളൊന്ന് നോക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കാണാൻ പറ്റും എൻ്റെ ഫേസ്ബുക്ക് ഡാർക്ക് മോഡ് ഇനേബിൾ അല്ല. അപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു ഫേസ്ബുക്കിൽ നമുക്ക് ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് രാത്രിയൊക്കെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഡാർക്ക് മോഡ് ഇല്ലാത്തതുകൊണ്ട് ഈ വൈറ്റ് കളർ കറക്റ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ വേണ്ടി ഫസ്റ്റ് നമ്മുടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കിട്ടും, എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ നമുക്ക് വേണ്ടുന്നത് ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ കുറച്ച് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചില ഫോൺസിൽ പാസ്വേഡ് ചോദിക്കും, ജസ്റ്റ് പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാൻ പറ്റും ഡെവലപ്പർ മോഡ് ഹാസ് ബീൻ ഇനേബിൾഡ് എന്ന് താഴെ ടോപ്പ് പോപ്പ് കാണിക്കുന്നതായിരിക്കും. നമുക്ക് ബാക്ക് പോവുക. കുറച്ച് മുമ്പ് നമ്മൾ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്തപ്പോൾ എബൌട്ട് ഫോൺ എന്നായിരുന്നു നമ്മൾ കണ്ടത്. ഇപ്പോൾ അത് ഒന്നുകൂടെ നമ്മൾ സ്ക്രോൾ ചെയ്താൽ നമുക്ക് വേറൊരു ഓപ്ഷനാണ് കിട്ടും, ഡെവലപ്പർ ഓപ്ഷൻ. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ മേളിൽ ചില ഫോൺസിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളത് ഓഫ് ആയിരിക്കും. ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡെവലപ്പർ മോഡ് ഓൺ ആവുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഫോഴ്സ് ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഫേസ്ബുക്ക് ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ കാണാൻ പറ്റും ഫേസ്ബുക്ക് ഡാർക്ക് മോഡിലാണ് ഓപ്പൺ ആയത്. അപ്പോൾ ഇത്ര നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനിൽ ഇനി നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും അതിനകത്ത് ഡാർക്ക് മോഡായിരിക്കും കാണുക. എന്നുവെച്ചാൽ നമ്മുടെ സിസ്റ്റം മൊത്തം ഇപ്പോൾ ഡാർക്ക് മോഡിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻഡ്രോയിഡ് ഫോൺസിൽ ഏതൊരു ആപ്ലിക്കേഷനിലും ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കൂടുതൽ ഇതുപോലത്തെ ടെക് റിലേറ്റഡ് വീഡിയോസുമായി വീണ്ടും കാണുന്നതായിരിക്കും. സീ യു.